الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من وقال النبي صلى الله عليه وسلم لا ألفين أحدكم متكئا على أريكته يأتيه الأمر من أمري مما أمرت به أو نهيت عنه فيقول لا أدري ما وجدنا في كتاب الله اتبعنا أو كما قال عليه الصلاة والسلام اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ ഉലമാക്കൾ, സ്നേഹസമ്പന്നരായ മുതഅല്ലിമീങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കബൂലാക്കുമാറാകട്ടെ. നമ്മളുടെ ഈ സദസ്സിനെയും ഒരുമിച്ച് കൂടലിനെയും അല്ലാഹു തആല അതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് നാം എല്ലാവരുടെയും ഇഹപര വിജയത്തിന് കാരണമായി അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ലാതെ എത്ര നാം പറഞ്ഞാലും ഇനിയും പറയുന്നവർക്ക് ആഗ്രഹമുണ്ടാവുകയും കേൾക്കുന്നവർ ആസ്വദിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായി 2-3 കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ ചുരുക്കി 2-3 കാര്യമായി നാം മനസ്സിലാക്കുക. ഒന്ന്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? തങ്ങളെക്കുറിച്ച് നാം അറിയണം, തങ്ങൾ ആരാണെന്ന് പഠിക്കണം. അതുപോലെ രണ്ടാമതായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം എന്താണ്? എങ്ങനെയാണ് തങ്ങളെ ഇത്രയും കൂടുതൽ സ്മരിക്കപ്പെടാൻ കാരണമായി തീരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായിരുന്നു? തങ്ങൾ മുഖേന ഈ ലോകത്തിന് എന്താണ് നേടാൻ സാധിച്ചത്? ഇതിനെക്കുറിച്ച് നാം ഒന്ന് പഠിക്കണം. മൂന്നാമത്തെ വിഷയം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമുക്കെന്ത് ബാധ്യതയാണുള്ളത്? നാമും തങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ 3 വിഷയങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ നിലയിൽ നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുന്നതും ഉപകാരപ്രദവുമാണ്.
ആരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? നാം തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കയിൽ അറേബ്യൻ കാട്ടാള ജനതയുടെ ആ ഇരുണ്ട യുഗത്തിൽ മക്കയിൽ ജനിച്ച ഒരു കുട്ടി. സാധാരണ എത്രയോ മനുഷ്യർ അവിടെ ജനിക്കുന്നു, അതേപോലെ തന്നെ ജനിച്ച ഒരു കുട്ടി അവിടുത്തെ ഒരു വീട്ടിൽ എന്ന് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെ ജനിച്ച ഒരു കുട്ടിയല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളുണ്ട്. 18ഓളം മക്കളുണ്ട്. ആൺമക്കൾ തന്നെ 10ഓളമുണ്ട്. വലിയ വലിയ പ്രശസ്തരായ ആളുകളുണ്ട് ആ മക്കളുടെ കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ ഒരു മകൻ ജനിക്കുന്നു, അബ്ദുള്ള എന്ന് പേര് വെക്കുന്നു. എന്ത് കാരണത്തിന്റെ പേരിലാണെന്ന് അന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രിയങ്കരനാണ് ഈ അബ്ദുള്ള. സഹോദരങ്ങളുടെ, ബന്ധുക്കളുടെ, കൂട്ടുകാരുടെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ആളാണ് അബ്ദുള്ള. പിതാവിനും വലിയ സ്നേഹമാണ് ഈ മകനോട്. അതുകൊണ്ട് ഈ മകനെ വളർത്തുന്നത് തന്നെ വളരെ സുരക്ഷിതമായി, വളരെ സൂക്ഷിച്ചാണ്. ഈ മകനെ കൊണ്ട് എന്തോ സംഭവിക്കാനുണ്ട് എന്ന് പിതാവിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ അലയടിക്കുന്നു. സാധാരണ ഒരു മനുഷ്യനല്ല എന്ന്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള ഈ മകനെ നന്നായി വളർത്തുന്നു. ആളുകൾക്കെല്ലാം പ്രിയങ്കരനായി വളർന്നു വരുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ അസൂയ തോന്നുന്നു ഈ മകനോട്. ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് ഏതോ ഒരു വിഷയത്തിൽ ആ കാര്യം നടന്നു കിട്ടുകയാണെങ്കിൽ, ആ കാര്യം നടക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന് ബലി നൽകാമെന്ന് നേർച്ചയാക്കുന്നു. മക്കളുടെ കൂട്ടത്തിൽ ബലി നൽകാൻ വേണ്ടി പലരെയും നോക്കിയെങ്കിലും നറുക്ക് വീണത് അബ്ദുള്ളയ്ക്കാണ്. അബ്ദുള്ളയെ ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന് മനസ്സുകൊണ്ടത് സാധിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വേറെ മക്കളുണ്ടല്ലോ, അവരെ ആരെയെങ്കിലും ബലി കൊടുക്കാം. അബൂ താലിബുണ്ട്, അബൂ ലഹബുണ്ട്, അബ്ബാസ് ഉണ്ട്, ഹംസ ഉണ്ട് റളിയല്ലാഹു അൻഹും. ഇവരെല്ലാവരും അന്ന് മക്കളായി ഉണ്ട്. ഇവരെ ആരെയെങ്കിലും ബലി കൊടുക്കാമെന്ന്, പകരം ചെയ്യാമെന്ന് അദ്ദേഹത്തിന് മനസ്സുണ്ട്. പക്ഷെ അത് സാധ്യമാവുകയില്ലല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ നേർച്ചയാക്കി പോയതല്ലേ. ഇതിനെന്താണ് പരിഹാരം? അവസാനം അന്നത്തെ പ്രമുഖരായ ആളുകളുമായി ആലോചിക്കുകയും അവിടുത്തെ വിവരസ്ഥരായ ആളുകളോട് കാര്യം തിരക്കുകയും ചെയ്തപ്പോൾ അവരെല്ലാം ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. 100 ഒട്ടകങ്ങളെ അറുത്തു കൊടുക്കുക. ഇതിന് പകരമായിട്ട് ഒരു മനുഷ്യന് പകരമായി 100 ഒട്ടകങ്ങളെ അറുത്തു കൊടുത്ത് അതിൽ നിന്നും മോചിപ്പിക്കാം എന്നെല്ലാവരും പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അബ്ദുൽ മുത്തലിബ് 100 ഒട്ടകങ്ങളെ അറുത്തു കൊടുത്ത് ഈ മകനെ മോചിപ്പിച്ചെടുക്കുകയാണ് അബ്ദുള്ളയെ. കാരണം അബ്ദുള്ളയെ ബലി കൊടുക്കാൻ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെ അബ്ദുള്ളയെ മോചിപ്പിച്ചെടുക്കുന്നു. ശേഷം അബ്ദുള്ളക്ക് യോജിച്ച ഒരു വിവാഹം നടക്കാൻ പ്രായമായപ്പോൾ ആലോചിക്കുന്നു. അതിന് കണ്ടെത്തിയത് വളരെ അകലത്തിലുള്ള ഒരു വനിതയാണ് കണ്ടെത്തിയത്, ആമിന ബിന്തു വഹബ്. വളരെ യോജിച്ച വിവാഹം നടക്കുന്നു. വളരെ സന്തോഷവാനായ നിലയിൽ വിവാഹം നടത്തിക്കൊടുത്ത അബ്ദുൽ മുത്തലിബ് ഈ മക്കളെ കണ്ട് സന്തോഷിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്ദുള്ള സുഖമില്ലാതെയായി മരണപ്പെടുന്നു. വിവാഹത്തിന് ഏറെ നാളുകൾ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അബ്ദുള്ള മരണപ്പെടുന്നു. ആമിന ഒറ്റയ്ക്കാവുന്നു. പക്ഷെ ആമിന ഗർഭിണിയാണ്. ആമിന ഗർഭം ധരിച്ചതിന് ശേഷം പിതാവ് മരണപ്പെട്ടു പോകുന്നു. ആരും സംരക്ഷകരില്ല. പൂർണ്ണമായ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്ത് ഈ ഗർഭത്തിലുള്ള ശിശുവിനെ എങ്ങനെയെങ്കിലും പ്രസവിക്കുന്നത് വരെ മാതാവിനെ സംരക്ഷിച്ച് സുരക്ഷിതമായി നോക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് തീരുമാനിക്കുകയും വളരെ സ്നേഹത്തിൽ, ലാളനയിൽ ആ സ്ത്രീയെ വളർത്തുകയും ചെയ്യുന്നു. അവസാനം പ്രസവ സമയം അടുത്തപ്പോൾ
വലിയ അത്ഭുതത്തോടുകൂടി പ്രസവിക്കുന്നു. പ്രസവ സമയം എത്തുന്നതിന് മുമ്പ് പല സംഭവങ്ങളും ആമിനയ്ക്ക് വെളിപ്പെടുന്നു. ആരെയോ എല്ലാം സ്വപ്നത്തിൽ കാണുന്നു. ചിലപ്പോൾ മലക്കുകൾ വരുന്നത് പോലെ കാണുന്നു, ചിലപ്പോൾ നബിമാരെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്വപ്നം കാണുന്നു. ഇങ്ങനെ പലരും വന്ന് പല നിലയിലുള്ള സന്തോഷ വാക്കുകൾ പറഞ്ഞ് ആമിനയെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സമയമെടുത്തപ്പോൾ വളരെ മംഗളമായ നിലയിലുള്ള പ്രസവം നടക്കുന്നു. അതെന്തോ വലിയ അത്ഭുതം ആ വീട്ടിൽ സംഭവിച്ചതുപോലെ, വലിയ അത്ഭുതം സംഭവിച്ചതുപോലെ ആ പ്രസവം നടക്കുന്നു. സാധാരണ നിലയിലുള്ള ഒരു പ്രസവമല്ല. ആമിനയുടെ മുമ്പിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രകാശങ്ങൾ ഇങ്ങനെ വന്നടിക്കുന്നതായിട്ട് ആമിനയ്ക്ക് ബോധ്യപ്പെടുന്നു. ആമിനയുടെ മകനെ ആരോ വന്ന് എടുത്ത് നല്ല നിലയിൽ കഴുകി കുളിപ്പിച്ച് ശുദ്ധിയാക്കി എല്ലാം വസ്ത്രം ധരിപ്പിക്കുന്നതും പൊതിയുന്നതുമെല്ലാം ആമിന ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തും പലതരത്തിലുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ഈ പ്രസവ സമയത്തുണ്ടാകുന്നതാണ്. സാധാരണ നിലയിലുള്ള ഒരു പ്രസവമല്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാണിത്. അത് സാധാരണ നിലയിലാകാൻ പാടില്ല. അതിനുള്ള ഒരുക്കങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഈ നിലയിൽ സംവിധാനിച്ചു കൊണ്ടിരുന്നത്. ലോകം അത്ഭുതപ്പെടുന്നു. എന്താണ് സംഭവം? ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾ, അന്നത്തെ വലിയ വലിയ വൈജ്ഞാനിക മേഖലകളെല്ലാം താണ്ടിയ ആളുകൾ, അന്ന് ജീവിച്ചിരുന്ന തൗറാത്തിനെ സംബന്ധിച്ച് ഇഞ്ചീലിനെ സംബന്ധിച്ച് വലിയ വിവരമുണ്ടായിരുന്ന പണ്ഡിതന്മാർ, അവരുടെ വലിയ പുരോഹിതന്മാർ അത്ഭുതത്തോടുകൂടി എന്താണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുന്നു. അവസാനം അവർ അവരുടെ വേദങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നു, വരാനിരിക്കുന്ന അവസാന കാലത്ത് ജനിക്കാനിരിക്കുന്ന ഒരു പ്രവാചകൻ ജനിക്കേണ്ട സമയമാണ്. ആ പ്രവാചകന്റെ ജനനമായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് അവർ തീർച്ചപ്പെടുത്തുന്നു. അവർ അവരുടെ സമുദായങ്ങളെ അറിയിക്കുന്നു, അവസാന കാലത്ത് വരാനിരിക്കുന്ന പ്രവാചകൻ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതിന്റെ അത്ഭുത പ്രകടനങ്ങളാണ് ലോകത്തുനിന്ന് ദർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വ ഖാതമൻ നബിയ്യീൻ. മക്കയിൽ ജനിച്ച മുഹമ്മദ് വെറും ഒരു കുട്ടിയാണ്. മക്കയിൽ സാധാരണ ആളുകൾ ജനിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ മക്കൾ ജനിക്കുന്നത് പോലെ പിറന്നു വീണ ഒരു കുഞ്ഞാണെന്ന് നിങ്ങൾ ആരും ധരിക്കരുത്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും. അങ്ങനത്തെ ഒരു സാധാരണ കുഞ്ഞല്ല, മറിച്ച് വലാകിൻ റസൂലല്ലാഹി വ ഖാതമൻ നബിയ്യീൻ. പ്രവാചകന്മാരുടെ ശൃംഖലയെ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എന്തോ വലിയ ഒരു സംഭവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ആ തീരുമാനത്തിന്റെ തുടക്കം ഇതാ ജനനം കൊണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ജനനം കൊണ്ട് സ്ഥാപിതമായിരിക്കുന്നു. അങ്ങനെ അവസാനത്തെ പ്രവാചകനായി ജനിച്ചു വീണ ആളാണ്. അവസാനത്തെ പ്രവാചകൻ ലോകത്ത് വന്നത് അവസാനത്തെ പ്രവാചകനായിട്ടാണ്. പക്ഷെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു കൊടുത്തു വെച്ചിരുന്നത്? കുന്തു നബിയ്യൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. കുന്തു നബിയ്യൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് വെള്ളവുമായി ചേർത്ത് കുഴച്ച് ആദം അലൈഹിസ്സലാമിന്റെ രൂപം നിർമ്മിച്ചിട്ടേ ഉള്ളൂ. ആദം അലൈഹിസ്സലാമിന് ജീവൻ വന്നിട്ടില്ല, അല്ലാഹു റൂഹൂതിയിട്ടില്ല. ആ സമയത്ത് ഞാൻ നബിയാണ്. ആര്? ഈ മക്കയിൽ അവസാനമായി ജനിച്ച അബ്ദുള്ളയുടെ മകനായി അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ പിറന്നു വീണ ഈ കുഞ്ഞ് അന്നേ അല്ലാഹു തആല നബിയായി നിശ്ചയിച്ചിരിക്കുകയാണ്. കുന്തു നബിയ്യൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. ആ പ്രവാചകനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളർത്തി ആദ്യം ജീവിതത്തിന്റെ തുടക്കം ആദ്യ ദിവസം തന്നെ ഈ ഭൂമിയിലേക്ക് വന്നത് അനാഥനായിട്ടാണ്, യതീമായിട്ടാണ് പിറന്നു വീഴുന്നത്. സംരക്ഷിക്കാൻ പിതാവില്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പിതാവില്ല, കൂടെ കൊണ്ടു നടക്കാൻ പിതാവില്ല,
കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ പിതാവില്ല, അനാഥനായിട്ട് പിറന്നു വീഴുന്നു. പക്ഷെ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനങ്ങൾ വേറെ വെച്ചിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് വളർത്തുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നു ഈ ലോകത്ത്. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടതിന് ശേഷം ഏറ്റെടുക്കുന്നു അബൂ താലിബ്. ഇതിനിടയിൽ മാതാവും മരണപ്പെട്ടു പോകുന്നു. മദീനയിൽ ബന്ധുക്കളുടെ അടുക്കൽ പോയി മടങ്ങി വന്ന് വഴിയിൽ വെച്ച് അബവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വൃത്തിയായ ഉമ്മു ഐമന്റെ കൂട്ടത്തിൽ വന്ന മാതാവ് ആമിന അബവായിൽ വെച്ച് മരണപ്പെടുന്നു. ഈ ലോകത്തോട് വിട പറയുന്നു. കൂട്ടത്തിലുള്ള കുഞ്ഞിന് വെറും 6 വയസ്സ് മാത്രം പ്രായം. നാം എല്ലാം ആലോചിക്കണം എന്താണ് അവസ്ഥയെന്ന്. എങ്ങനെയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നത് എന്ന് ചരിത്രകാരന്മാർ എഴുതുന്നു. ആരും സഹായത്തിനില്ല. മരണപ്പെട്ട ആമിനയെ മറ ചെയ്യാൻ ആരും സഹായത്തിനില്ല. ഉമ്മു ഐമൻ മാത്രം വഴിയിൽ യാത്രയിലാണ്, മറ്റാരും സഹായത്തിനില്ല. എവിടെ അടക്കും, എവിടെയാണ് മറ ചെയ്യേണ്ടത്, എന്താണ് മാർഗം? ഉമ്മു ഐമൻ ആലോചിച്ചു. അവസാനം വന്ന വഴിയിൽ അബവായിൽ വെച്ചൊരു മലയുടെ മുകളിൽ അവിടെ കൊണ്ടുപോയി ഈ മയ്യിത്ത് കൊണ്ടുപോയി കുഴിക്കാൻ മാർഗമില്ല. പാറക്കെട്ടുകളും കല്ലുകളും മാത്രം നിറഞ്ഞ സ്ഥലം. അവിടെ എങ്ങനെ കുഴിക്കാൻ, എങ്ങനെ കുഴിയെടുക്കും, ആര് കുഴിയെടുത്തു കൊടുക്കും? കുറച്ച് മണൽ മാറ്റിയിട്ട് അതിലേക്ക് ഈ മയ്യിത്തിനെ വെച്ച് ചുറ്റും കല്ലുകൾ പിറക്കി കൂട്ടി വെച്ചു ഉമ്മു ഐമൻ. കല്ലുകൾ പിറക്കി കൂട്ടി വെച്ച് അവിടെ നിന്നും യാത്ര തിരിക്കാൻ വരുമ്പോൾ അല്ലാഹു അക്ബർ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ മാതാവിന്റെ ഖബറിന്റെ മുകളിലേക്ക് വീണ് കിടക്കുകയാണ്. വീണ് കിടന്ന് മാതാവിനെ വിളിക്കുന്നു വരാൻ. എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? കുഞ്ഞിനറിയുമോ മാതാവ് മരണപ്പെട്ടതാണെന്ന്, ഉമ്മു ഐമൻ ഖബറടക്കിയതാണെന്ന്, ഇനി ഒരിക്കലും കൂടെ വരികയില്ല എന്ന്, ഞാൻ എന്റെ പിതാവ് മാത്രമല്ല മാതാവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഈ കുഞ്ഞിനറിയുമോ? കുഞ്ഞറിയാതെ ആ ഖബറിന്റെ മുകളിൽ കിടന്ന് കല്ല് പറക്കി മാറ്റാൻ നോക്കുന്നു. മാതാവിനെ വിളിക്കുന്നു, പോകാം, എന്തിനിവിടെ കിടക്കുന്നു, വരാൻ പറഞ്ഞ് കൂട്ടത്തിൽ വിളിക്കുന്നു. ഉമ്മു ഐമൻ നിന്ന് കരയുകയാണ്. ഈ കുഞ്ഞിനെ എങ്ങനെ സമാധാനിപ്പിക്കും? എന്ത് പറഞ്ഞാണ് ഈ കുഞ്ഞിനെ കൂട്ടത്തിൽ കൊണ്ടുപോവുക? ഉമ്മു ഐമൻ വളരെ വിഷമിച്ചു. രാത്രിയാകുന്നു, ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലല്ലോ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം, മലമുകളിൽ നിന്ന്. അവസാനം എന്തോ എല്ലാം പറഞ്ഞ് ഈ മകനെയും കൂട്ടി ഉമ്മു ഐമൻ വരികയാണ് മക്കയിലേക്ക്. മക്കയിൽ വന്നെത്തിച്ചു. സംരക്ഷകരായ ആളുകളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോഴും ഈ കുഞ്ഞിനറിയില്ല എന്റെ പിതാവ് നഷ്ടപ്പെട്ടു, എന്റെ മാതാവ് നഷ്ടപ്പെട്ടു എന്ന്. വളരുന്നു. അന്ന് അബൂ താലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പിതാവായ അബ്ദുൽ മുത്തലിബിന് ശേഷം അബൂ താലിബ് ഏറ്റെടുക്കുന്നു. എന്താണ് അബൂ താലിബ് ഏറ്റെടുത്തത്? എങ്ങനെ ഏറ്റെടുത്തു? അബ്ദുൽ മുത്തലിബിന്റെ മറ്റു മക്കൾ ഹംസ, അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇവരെല്ലാം അന്ന് ചെറുപ്പമാണ്, തീരെ ചെറുതാണ്. കുറച്ച് പ്രായമുള്ളത് അബൂലഹബും അബൂ താലിബും ഒക്കെയാണ്. അബൂലഹബ് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല, വളർത്താൻ തയ്യാറായില്ല. എന്നാൽ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആ വിവരം വന്ന് പറഞ്ഞ അടിമയെ പോലും സ്വതന്ത്രാക്കി വിട്ട ആളാണ്, സന്തോഷത്തിന്റെ പേരിൽ. കാരണം അന്ന് അബ്ദുല്ലായോടുള്ള ബന്ധം അത്രയായിരുന്നു, അബ്ദുല്ലായുടെ കുഞ്ഞ് എന്നുള്ള ആ സന്തോഷം അത്രയായിരുന്നു. പക്ഷെ പിന്നീട് മാതാവുമില്ല പിതാവുമില്ലാതെ വന്നപ്പോൾ സംരക്ഷണം ഏറ്റെടുത്തില്ല. അബൂലഹബിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അബൂലഹബിനെ കുറിച്ച് പറയപ്പെടുന്നു, അബൂലഹബിന്റെ വീട്ടിൽ സ്വർണം ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നു, സ്വർണം ഇങ്ങനെ തിളങ്ങുമായിരുന്നു, തീ കത്തുന്നത് പോലെ. അതുകൊണ്ടാണ് അബൂലഹബ് എന്നവന് പേര് വെച്ചത് എന്ന് തന്നെ ചരിത്രം പറയുന്നുണ്ട്. വേറെയും പല കാരണങ്ങളുണ്ടെങ്കിലും അത്ര സമ്പന്നനായ അബൂലഹബ് ഏറ്റെടുത്തില്ല ഈ മകനെ. എന്നാൽ അബൂ താലിബാണെങ്കിൽ മക്കളുമുണ്ട് ധാരാളം, ജീവിക്കാൻ ഒരു മാർഗവുമില്ല, വീട്ടിൽ ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ല. ആ അബൂ താലിബ്, എന്റെ മക്കൾ ഏതായാലും വലിയ വിഷമത്തിലാണ് കഴിയുന്നത്, എന്റെ കുടുംബം പോറ്റാൻ എനിക്ക് സാധിക്കുന്നില്ല, ആ മക്കളുടെ കൂട്ടത്തിൽ ഒന്നും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അബൂ താലിബ് വളർത്തിയത്.
അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് അബൂ താലിബിന്റെ മക്കളെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാം ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത് വളർത്തിയത്. എനിക്ക് ഉപകാരം ചെയ്ത് എന്നെ വളർത്തി നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ പോലും എന്നെ സംരക്ഷിച്ച എന്റെ മൂത്താപ്പായുടെ മകനെ വിഷമിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയി ഒരാളെ ഏറ്റെടുക്കുകയാണെങ്കിൽ അത്രയും സമാധാനമാകുമല്ലോ എന്ന് വിചാരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ വളർന്നു വന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരുന്നു ലോകത്തിന്റെ മുഴുവനും മാർഗദർശകനായി വിടാൻ, വളർത്താൻ. ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനു വേണ്ടി സംവിധാനം ഒരുക്കുന്നു. ചെറുപ്പത്തിൽ വളർന്നു വരുന്നത് പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ മാത്രം സഹിച്ച് ആഹാരത്തിന് പോലും വകയില്ലാതെ, ഉടുക്കാൻ വസ്ത്രത്തിന് നിവൃത്തിയില്ലാതെ വളർന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വയസ്സ് വരെയുള്ള ജീവിതം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാവും. അതൊന്നും വിശദീകരിച്ച് പറയാനുള്ള അവസരമല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആദ്യത്തെ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൂചന മാത്രം. ആരായിരുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ജനനത്തോടുകൂടി ലോകത്ത് മുഴുവനും അത്ഭുതങ്ങൾ നടക്കുന്നു. ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നു ഈ ജനനത്തെക്കുറിച്ച്. പക്ഷേ മക്കയിൽ ആരും അറിയുന്നില്ല, അവിടെ ഇതൊന്നും പ്രതിഫലിക്കുന്നില്ല. മറ്റു സ്ഥലങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അന്നത്തെ പണ്ഡിതന്മാർ, തൗറാത്തിന്റെയും ഇൻജീലിന്റെയും പണ്ഡിതന്മാർ, ജൂത നസാറാക്കളുടെ പുരോഹിതന്മാർ ചർച്ച ചെയ്യുന്നു, രാജാക്കന്മാർ ചർച്ച ചെയ്യുന്നു. നമ്മളുടെ ഭരണം അവസാനിക്കാൻ പോകുന്നു, നമ്മളെയെല്ലാം ഭരണത്തിൽ നിന്ന് തൂത്തെറിയപ്പെടാൻ പോകുന്നു. അന്നത്തെ ലോകത്തെ സാമ്രാജ്യ ശക്തികളായിരുന്ന പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും വിറയ്ക്കുന്നു. നമ്മളുടെ ഭരണം മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു ജന്മം നടന്നിരിക്കുന്നു എന്ന് അവരെല്ലാം ഭയഹുലരായി കഴിഞ്ഞുകൂടുന്നു. പക്ഷെ മക്കയിൽ നിന്നും അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഷ്ടപ്പെട്ട് വളരുന്നു. അവസാനം തന്റെ സംരക്ഷകനായ അബൂ താലിബിന്റെ കച്ചവടത്തിൽ സഹായിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോകുന്നു. അതിനിടയിൽ മക്കയിൽ ചെറിയ കൂലി വാങ്ങിച്ച ആളുകൾക്ക് ആടുമേക്കാൻ പോകുന്നു. കുന്തു അർഅൽ ഗനമ അലാ ഖറാരീഖ ലി അഹ്ലി മക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കയിൽ ചെറിയ നാണയത്തുട്ടുകൾ കൂലി വാങ്ങിച്ച് ഞാൻ ആളുകളുടെ ആടുമേക്കാൻ പോയിട്ടുണ്ട്, എനിക്ക് ആടുമേച്ച് പരിചയമുണ്ട് എന്ന് മദീനയിൽ വെച്ച് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ആടുമേച്ചും കച്ചവടത്തിന് പോയുമെല്ലാം സഹായിക്കുന്നു തന്റെ രക്ഷകർത്താവിനെ. വഴിയിൽ വെച്ച് സിറിയയിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നു. കാണുന്നവർക്ക് ബോധ്യപ്പെടാൻ പാകത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വഴിയിൽ ആകാശത്തിന്റെ ചുട്ട് പഴുത്ത വെയിലിന് തണലിടുന്നു മേഘം വന്ന നബിതങ്ങളുടെ മുകളിൽ. നടന്നു പോകുന്ന വഴിയിൽ വൃക്ഷങ്ങൾ നബിതങ്ങളെ കാണുമ്പോൾ സലാം പറഞ്ഞ് കുനിയുന്നു. കല്ലുകളിൽ നിന്ന് സലാമിന്റെ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അറിയുന്നവർക്ക് കാണാൻ പാകത്തിന്. അറിയുന്ന പുരോഹിതന്മാർ കൂടെ പോകുന്നവരെ ഉപദേശിക്കുന്നു, ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കൂടെ കൊണ്ടു നടന്ന് എവിടെയും കൊണ്ടു നടക്കരുത്, സുരക്ഷിതനായി എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി വെക്കണം, കച്ചവടത്തിനൊന്നും കൊണ്ടു നടക്കരുത്, നാട്ടിൽ തന്നെ താമസിപ്പിക്കണമെന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ വളർന്നു വരുന്നു 40 വയസ്സ് വരെ. ഇതിനിടയിൽ കഅബ പൊളിഞ്ഞ് വീഴുന്നു. പരിശുദ്ധമായ കഅബ മലവെള്ളത്തിൽ പൊളിഞ്ഞു പോകുന്നു. അതിനെ വീണ്ടും രണ്ടാമത് അതിനെ നിർമ്മിക്കാൻ നിവൃത്തിയില്ലാതെയാകുന്നു. നിവൃത്തിയില്ലാതെ ആയി ഖുറൈശികൾ കഅബ നിർമ്മാണം നടത്താതിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അഥവാ അവർക്ക് നല്ല കാശുകൊണ്ട് കഅബ നിർമ്മിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ പിരിവെടുക്കുന്നു. ഹലാലായ നിലയിൽ കിട്ടിയ കാശ് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ എന്ന് വ്യവസ്ഥ വെച്ചുകൊണ്ട് കഅബയ്ക്ക് വേണ്ടി കാശ് പിരിക്കുന്നു. കാശ് പിരിച്ചപ്പോൾ കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ തികയാത്ത അത്രയും മാത്രമേ വരുമാനമുണ്ടായുള്ളൂ, പിരിഞ്ഞു കിട്ടിയുള്ളൂ. അവർ ആ നിലയിൽ തന്നെ കഅബ പണിയാൻ തീരുമാനിച്ചു, ഒരു ഭാഗം പുറത്താക്കിക്കൊണ്ട്. അങ്ങനെ കഅബ പണിയുന്നു. കഅബ പണിത് ഉയർന്നു വന്നപ്പോൾ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് എടുത്തു വെക്കണം. ആരിത് ചെയ്യും?
അന്നത്തെ കുടുംബ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, വലിയ വലിയ ധനികന്മാർ എല്ലാവരുമുണ്ട്. പക്ഷെ ആരെക്കുറിച്ചും ആരും അഭിപ്രായം പറയുന്നില്ല ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. അവസാനം അവർക്ക് തീരുമാനമായി, ഇത് വെക്കേണ്ട സമയമാകുമ്പോൾ ആരാണോ ആദ്യം ഈ കാബയിലേക്ക് കടന്നു വരുന്നത് അയാളെ കൊണ്ട് വെപ്പിക്കാമെന്ന് തീരുമാനമായി. കാത്തിരുന്നു. കടന്നു വന്നത് ആരായിരുന്നു? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ മുഴുവൻ ആളുകൾക്കും സന്തോഷം. കാരണം ഇതിന് ഏറ്റവും യോഗ്യനായ ആളാണ് വന്നു കിട്ടിയിരിക്കുന്നത്. സാദിഖാണ്, അമീനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, നല്ല സ്വഭാവക്കാരനാണ്, ആർക്കും പരാതിയില്ലാത്ത ആളാണ്, ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത ആളാണ്, എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ആൾ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുഅ്മിനീങ്ങൾ ഈമാൻ വന്നതിന് ശേഷം തുടങ്ങിയതല്ല നബിതങ്ങളോടുള്ള സ്നേഹം, നബിതങ്ങൾക്കുള്ള അംഗീകാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോടുള്ള സ്നേഹവും അംഗീകാരവും നുബുവത്തിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ അല്ലാഹു തആല വെച്ചു കൊടുത്തു. മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഹമ്മദ് എന്ന് പേര് വിളിക്കാറില്ലായിരുന്നു. മക്കക്കാർ വിളിച്ചിരുന്നത് സാദിഖ്, മക്കക്കാർ വിളിച്ചിരുന്നത് അൽ അമീൻ. പേരുണ്ട് മുഹമ്മദ് എന്ന്, പക്ഷെ ആരും വിളിക്കാറില്ല. ആ പേരല്ല വിളിക്കുന്നത്. എല്ലാവരുടെ മുമ്പിലും പ്രശസ്തൻ സാദിഖ്, സത്യസന്ധൻ, കളവിന്റെ ലാഞ്ചന പോലും പേറിയിട്ടില്ലാത്ത ആള്, സത്യസന്ധൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മക്കക്കാരെല്ലാം തങ്ങൾക്ക് എതിരിൽ വന്നു. തങ്ങളെ ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും തുടങ്ങി. അപ്പൊ മക്കയിലെ വലിയ ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു, വലിയ ഒരു സാഹിത്യകാരൻ, പ്രഭാഷകൻ സുഹൈൽ ഇബ്നു അംർ. മക്കക്കാരായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പ്രസംഗിച്ചവരോട്. എന്നിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ ആരെയാണ് വിമർശിക്കുന്നത്? നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത്? നിങ്ങൾ ആരുടെ വാക്കാണ് തള്ളിക്കളയുന്നത്? ആ പറയുന്ന വാക്കുകൾ തള്ളിക്കളയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇന്നോളം ഒരു കളവിന്റെ ലാഞ്ചന പോലും കണ്ടിട്ടില്ലാത്ത മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ കളവാണെന്നോ മാരണമാണെന്നോ ഒക്കെ ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? ലഖദ് കാന മുഹമ്മദുൻ ഫീകും ഗുലാമൻ ഹദസൻ അസ്തഖകും ഹദീസൻ വഅഅളമഹും അമാനതൻ ഹത്താ ഇദാ റഅയ്തും ഫീ സുദ്ഗൈഹി ശൈബ വജാഅകും ബിമാ ജാഅകും ഖുൽതും സാഹിർ വല്ലാഹി മാ ഹുവ ബിസാഹിർ. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നു. നളർ ഇബ്നുൽ ഹാരിസ്, സുഹൈൽ ഇബ്നു അംർ അല്ല, നളർ ഇബ്നുൽ ഹാരിസ് പ്രസംഗിക്കുകയാണ് മക്കക്കാരോട്. എന്താണ് മക്കക്കാരെ നിങ്ങൾ ചെയ്യുന്നത്? മുഹമ്മദ് ആരായിരുന്നു നിങ്ങളിൽ? നിങ്ങൾ ആരായിട്ടാണ് മുഹമ്മദിനെ കണ്ടിരുന്നത്? ഈ 40 വർഷക്കാലം നിങ്ങൾക്കിടയിലല്ലേ ജീവിച്ചത്? ഗുലാമൻ ഹദസൻ, വളരെ സത്യസന്ധനായ നല്ലവനായ ഒരു നല്ല ചെറുപ്പക്കാരൻ. അസ്തഖകും ഹദീസൻ, നിങ്ങൾക്കാർക്കും സാധിക്കാത്ത നിരത്തിൽ സത്യമല്ലാതെ മറ്റൊന്നും ആ പരിശുദ്ധ നാവിൽ നിന്ന് വന്നിട്ടേ ഇല്ല. അങ്ങനത്തെ മനുഷ്യൻ. അത് നിങ്ങൾ എല്ലാവരും സാക്ഷിയല്ലേ? നിങ്ങൾ ആർത്ത് വിളിച്ചിരുന്നതല്ലേ സാദിഖ് 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 എന്ന്? അതുപോലെ വഅളമകും അമാനതൻ, വിശ്വസ്തതയിൽ നിങ്ങൾക്ക് ആർക്കാണ് ആ സ്ഥാനത്തെത്താൻ സാധിക്കുക? ഒരു മനുഷ്യനും എത്താൻ സാധിക്കാത്ത അത്രയും ഉയർന്ന തരത്തിലുള്ള നിലവാരത്തിലുള്ള വിശ്വസ്തൻ. നിങ്ങൾ അൽ അമീൻ എന്നല്ലേ വിളിച്ചിരുന്നത്? എന്തേ ഇപ്പോ അദ്ദേഹം 40 വയസ്സെത്തി ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങി? നല്ല കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ മാരണക്കാരനെന്ന് പറയുന്നു. ഖുൽതും സാഹിർ, സാധ്യമല്ല, പറ്റൂല. ഇയാള് വിശ്വസിച്ചിട്ടില്ല, മുഅ്മിനൊന്നുമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയൊന്നുമല്ല. ആ മക്കക്കാരെ പോലെ തന്നെ ഉള്ള നിഷേധിയായ മനുഷ്യനാണ്. പക്ഷെ അയാൾ പറയുന്നു വല്ലാഹി മാ ഹുവ ബിസാഹിർ, അള്ളാഹുവിനെ സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഒരിക്കലും മാരണമല്ല പറയുന്നത്, സത്യമാണ്, അംഗീകരിച്ചേ പറ്റൂ. നിങ്ങൾക്കിങ്ങനെ പറയാൻ അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ നിലയിൽ വളർത്തിക്കൊണ്ടുവന്നു 40 വർഷക്കാലം അവർക്കിടയിൽ. അതാണ് തങ്ങളുടെ സത്യസന്ധത, തങ്ങളുടെ വിശ്വാസം. അപ്പൊ ഇങ്ങനത്തെ സാദിഖാണ്, അമീനാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ മുഴുവൻ മക്കക്കാർക്കും സന്തോഷം, സമാധാനം. എല്ലാവരും ആർത്തു വിളിച്ചു വന്നിരിക്കുന്നതാ മുഹമ്മദ് സാദിഖുൽ അമീൻ. അതുകൊണ്ട് അദ്ദേഹം തന്നെ വെക്കട്ടെ ഈ ഹദറുൽ അസ്വദ് യോഗ്യനാണ് എന്ന്.
പക്ഷെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാ? നുബുവ്വത്തിന് മുമ്പ്. തങ്ങൾക്ക് 35 വയസ്സ് മാത്രം പ്രായമുള്ള സന്ദർഭത്തിലാണ് ഇത് നടക്കുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെല്ലാം എന്നെ ബഹുമാനിക്കുന്നു, എന്നെ ആദരിക്കുന്നു, എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു, എന്നെ വലിയവനായി കാണുന്നു, സത്യസന്ധനായി അംഗീകരിക്കുന്നു, വിശ്വസ്തനായി എന്നെ പ്രചരിപ്പിക്കുന്നു, എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഇത്രയും വലിയ കാര്യം. അതുകൊണ്ട് ഞാൻ ആളുകളുടെ മുമ്പിലെല്ലാം ഞാൻ തന്നെ അങ്ങ് വലുതാകാമെന്നാണോ വിചാരിച്ചത്? നേതൃത്വവും അധികാരവും സ്ഥാനവും ബലിയും മനുഷ്യൻ നൽകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നുബുവ്വത്തിന് മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു എന്താ ചെയ്യേണ്ടത്. നബി തങ്ങൾ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, ഒരു തുണി വിരിച്ചു, ഹജറുൽ അസ്വദിലേക്ക് വെച്ചു. എല്ലാ കുടുംബത്തിന്റെയും നേതാക്കന്മാരോട് ആ തുണിയിൽ പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും ചേർന്ന് ഹജറുൽ അസ്വദ് പൊക്കി കൊടുക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈകൊണ്ട് എടുത്ത് ഹജറുൽ അസ്വദ് വയ്ക്കുന്നു. ആർക്കാ സങ്കടം? ആർക്കാ ദേഷ്യം? ആർക്കാ വിരോധം? ആർക്കാണ് അസൂയ തോന്നുക? ആർക്കുമില്ല. എല്ലാവരുടെയും മനസ്സിന് സന്തോഷം. ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ആരാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി. ലോകത്തുള്ള അറബി ഭാഷ സംസാരിക്കുന്നവർ, അനറബി ഭാഷ സംസാരിക്കുന്ന മുഴുവൻ ആളുകൾ, ലോകത്തുള്ള ഇവരിൽ ഏറ്റവും ഉത്തമൻ. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. യാ റബ്ബി സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ മാത്രം സലാത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയും. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ജോലിയാണ് നബിതങ്ങൾക്ക് സലാത്ത് പറയുക. അള്ളാഹ് ചെയ്യുന്ന ജോലി നമുക്കും ചെയ്തുകൂടെ? അള്ളാഹ് ചെയ്യുന്ന ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ. അള്ളാഹ് ചെയ്യുന്ന വേറൊന്നും ആർക്കും ചെയ്യാൻ പറ്റൂല മനുഷ്യർക്ക്. മലക്കുകൾ ചെയ്യുന്ന കാര്യം ചെയ്യാൻ പറ്റൂല. ജിബ്രീലിന്റെ പണി നമുക്ക് പറ്റൂല. മീകായിലിന്റെ പണി നമുക്ക് പറ്റൂല. ഇസ്രാഫീലിന്റെ പണി പറ്റൂല. അസ്രായിലിന്റെ പണി പറ്റൂല. ഇതൊന്നും നമുക്ക് പറ്റൂല. ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് പറയുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളും നബി തങ്ങളുടെ മേൽ സലാത്തും സലാമും പറയിൻ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന വന്നാലും ചെയ്യാൻ പറ്റൂലേ? യാ റബ്ബി സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. വെള്ളിയാഴ്ച ഇമാമ മിമ്പറിൽ നിന്ന് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു. ഖുത്ബ ഓതുന്ന സമയത്ത് ഇമാം മിമ്പറിൽ കയറിയാൽ പിന്നെ ഒന്നും പാടില്ല. നമസ്കാരം പാടില്ല, സംസാരം പാടില്ല, ഒരു കാര്യവും പാടില്ല. ആരോടും നല്ല കാര്യം പോലും പറയാൻ പാടില്ല. ഇദാ ഖുൽത ലിസാഹിബിക യൗമൽ ജുമുഅത്തി അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഗൗത്. അടുത്തിരുന്ന് ബഹളമുണ്ടാക്കുന്നവനോട് നീ ഖുത്ബ നടക്കുന്നു, മിണ്ടാതിരിയെന്ന് പോലും പറയാൻ പാടില്ല. ഒന്നും പാടില്ല. ഇമാം അഅ്ലം അബൂ ഹനീഫ റഹ്മഹുള്ളാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഒന്നും പറയാൻ പാടില്ല. ദുആയ്ക്ക് ആമീൻ പോലും പറയാൻ പാടില്ല ഒറ്റത്തിൽ. എന്നാൽ ഇമാമ മിമ്പറിൽ നിന്നുകൊണ്ട് ഓതുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന അല്ലാഹുവിന്റെ കൽപ്പന ഓതി കേൾപ്പിച്ചാൽ മനസ്സിൽ സലാത്ത് പറയണം മുഅ്മിനായ മനുഷ്യൻ ഇരുന്നുകൊണ്ട്. നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവൻ മനസ്സിൽ സലാത്ത് പറയണം. ഖുത്ബയിൽ പോലും പറയാം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു. അപ്പൊ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം? മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ഈ ലോകത്ത് കാലുകുത്തി നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഥവാ മനുഷ്യൻ കാലിൽ നടക്കുന്ന മുഴുവൻ മനുഷ്യരെയും ചേർത്ത് വെച്ചാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബിൻ വമിൻ അജമി. ലോകത്തിന്റെ മുഴുവൻ, എല്ലാ ലോകത്തിന്റെയും ഭൗതിക പാരത്രിക ഇരു ലോകത്തിന്റെയും നേതാവ്, ഭൂതവംശത്തിന്റെയും മനുഷ്യവംശത്തിന്റെയും എല്ലാം നേതാവ്, അറബികളുടെയും അജമികളുടെയും എല്ലാം നേതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേതൃത്വം എല്ലാം കൊടുത്തിരിക്കുന്ന, എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുന്ന പ്രവാചകർ ആണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൂടുതൽ പറയാൻ സാധ്യമല്ല. എത്ര പറഞ്ഞാലും തീരൂല. ആരെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞിട്ട് തീർന്നു. ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിവരിക്കാൻ, തങ്ങളുടെ മഹത്വം പറയാൻ, തങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാൻ, തങ്ങളെക്കുറിച്ച് തങ്ങളുടെ അള്ളാഹു നൽകിയ സ്ഥാനമാനങ്ങളെ കുറിച്ച് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ വിവരിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായി. പക്ഷേ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ആ മഹത്വത്തിന്റെ 100% പോലും എത്താൻ ഇന്നോളം ആർക്കും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയുമില്ല. ആരെത്ര പറഞ്ഞാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. ലോകം അവസാനിച്ചാലും സാധിക്കുകയില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും, എത്ര വേണമെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ മാത്രം മനുഷ്യൻ പറയാൻ നിന്നാൽ, അത് വിശദീകരിക്കാൻ നിന്നാൽ എത്ര മാസങ്ങൾ പറഞ്ഞാലും തീരുകയില്ല. അത്ര കൂടുതൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാർ മുൻകാല വേദങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം തീർന്നു പോകും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ ബാക്കിയായിരിക്കും, പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. എത്ര ആളുകൾ എഴുതി, എത്ര ആളുകൾ പാടി. ഇമാം ബൂസരി റഹിമഹുല്ലാ പാടി അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്. തങ്ങളെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട തന്റെ പ്രേമഭാജനമായി അവതരിപ്പിക്കുന്നു. പ്രേമഭാജനത്തിന്റെ ഭാഗത്ത് നിന്ന് അടിക്കുന്ന കാറ്റിൽ ആ മണം വരുന്നു. അവിടെ നിന്ന് മിന്നൽ പിണറുകൾ കാണുമ്പോൾ എന്റെ പ്രേമഭാജനം ചിരിക്കുന്നതാണോ, ആ മുൻപല്ലിന്റെ തിളക്കമാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. അമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി أم هبت الريح من تلقاء كاظمة وأومض البرق في الظلماء من إلمي يا ربي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അദ്ദേഹം ഇങ്ങനെ പാടുകയാണ് പ്രേമഭാജനത്തെ. മറുഭാഗത്ത് നിന്ന് പാടുന്നു കഅബ് ബിൻ സുഹൈർ അസ്സലമി. കഅബ് ബിൻ സുഹൈർ അസ്സലമി ഇങ്ങനെ കരയുകയാണ്, എന്റെ പ്രേമഭാജനം എവിടെയോ പോയി കളഞ്ഞു എന്നെ ഇട്ടിട്ട്. ഞാനിതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എവിടെയാണ് ഞാൻ പോകേണ്ടത്? ആരായിരുന്നു എന്റെ പ്രേമഭാജനം? എങ്ങനെയായിരുന്നു? എന്നിട്ടിങ്ങനെ ഓരോരോ അവയവങ്ങളെയും വിവരിക്കുകയാണ്. കഴുത്തെങ്ങനെയായിരുന്നു, കൈ എങ്ങനെയായിരുന്നു, മുഖം എങ്ങനെയായിരുന്നു, പല്ലുകൾ എങ്ങനെയായിരുന്നു, അതിങ്ങനെ തിളങ്ങുന്ന ആ തിളക്കം. بنت سعاد فقلب اليوم مطبول متيم إثرها لم يفد مقبول حيفاء مقبلة عجزاء مدبرة لا يشتكى قصر منها ولا طول تجلو عوارض ذي ظلم إذا ابتسمت كأنه منهل بالراح معلول شجت بذي شبم من ماء محنية صاف بأبطح أضحى وهو مشمول تنفي الرياح القذى عنه وأفرته من صوب سارية بيض يعاليل. പാടുകയാണ് കഅബ് ബിൻ സുഹൈർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്. തങ്ങളുടെ
പാടിയിട്ട് മതിയാകുന്നില്ല. മഹാനായ ഉമർ ഖാലി പാടുകയല്ലേ നിന്ന് ഉമർ ഖാലി പാടുന്നു, സല്ലൽ ഇലാഹു അലാ അബ്ദി അബ്ദില്ലാഹി ദി ഖുലുഖിൻ ബിനസ്സില്ലാഹി കാന അളീമാ ഫല്ലൻ ഖലീലൻ ലം യകും ബല്ലയ്യിന ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. എഴുതിക്കൊണ്ടുപോയി മദീനയിലെ റൗളയുടെ മുമ്പിൽ നിന്ന് പാടാൻ, റൗളയിൽ മുമ്പിൽ നിന്ന് പാടുന്നു. പാടി 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 പറയുന്നു, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ധാരധാരയായി. ഞാൻ എങ്ങനെ ഇനി തിരിച്ചു പോകും? എങ്ങനെ എന്റെ കരച്ചിലിന് ശമനമുണ്ടാകും? എന്റെ കണ്ണുനീരെങ്ങനെ നിലയ്ക്കും? സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എത്ര ആളുകളാണ് ഇങ്ങനെ പാടുന്നത്? റഈസുൽ ഉസ്സാഖിൻ ബഗ്ദാദി പാടുന്നു, ഖസീദത്തുൽ ബിത്രിയായിൽ പാടുകയാണ്. ഉസല്ലി സലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫി നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. എന്തെല്ലാം തരത്തിലാ പാടുന്നത്! അറബി പാട്ടുകൾ ആശിഖീങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് നോക്കണം. ചിലത് അവസാനം മുഴുവൻ പ്രാസം ഒപ്പിച്ച് ഒരേ അക്ഷരത്തിൽ കൊണ്ടുവന്ന് തീർക്കുന്നു, ഒരേ അക്ഷരത്തിൽ. ഇമാം ബുസീരി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കവിത ധാരാളമുണ്ട് കവിത മുഴുവന്റെയും അവസാനം കൊണ്ടുവന്ന് തീർക്കുന്നത് മീമിലാണ്, എല്ലാം മീമില്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി വബിത്ത തർഖ ഇലാ അന്നിൽത മൻസിലതൻ മിൻ ഖാബ ഖൗസൈനി ലം തുദ്റക് വലം തുറമി. എല്ലാം മീമില്. കവിന് സുഹൈർ പാടുന്നു, എല്ലാം ലാമിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്നു. മഹ്ലൻ ഹദാകല്ലദി അഅതാക നാഫിലതൽ ഖുർആനി ഫീഹാ മവാഇളും വതഫ്സീലു. എന്നാൽ ഇമാം ബഗ്ദാദി പാടുന്നു, ഓരോ ഹർഫുകൾക്കും, അറബിയിലെ ഓരോ ഹർഫുകളും വെച്ച് പാട്ടുകൾ. ഹംസ ആദ്യത്തെ അക്ഷരം അലിഫ് തുടങ്ങുന്നു, അലിഫ് കൊണ്ട് ആരംഭിക്കുന്നു. പദ്യത്തിന്റെ തുടക്കവും അലിഫ്, പദ്യത്തിന്റെ അവസാനവും അലിഫ്. ഇങ്ങനെ ഓരോ ഹർഫുകൾ 28 അറബി അക്ഷരങ്ങളെയും യോജിപ്പിച്ച് പാട്ടുണ്ടാക്കുന്നു. നബിതങ്ങളുടെ മദ്ഹാണ് പറയുന്നത്, ഓരോ അക്ഷരങ്ങളിലും 28 വഴികൾ വീതം. ഉസല്ലി സലാത്തൻ തംലഉൽ അർള വസ്സമാ. ഉസല്ലി അലിഫ് കൊണ്ട് തുടങ്ങി ഹംസ. അലാ മൻ ലഹു അഅലൽ ഉലാ മുതബവ്വഉ. ഹംസയിൽ അവസാനിപ്പിച്ചു. ബാ കൊണ്ട് തുടങ്ങുന്നു. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ വഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. ബായിൽ അവസാനിപ്പിച്ചു. ഇങ്ങനെ ആശിഖ്യങ്ങൾ എഴുതുന്നു. എത്ര പറയാൻ. ഇമാം അബ്ദുറഹ്മാൻ ജാമി റഹിമഹുല്ല വലിയ സൂഫിയാക്കളായ മശായിഖന്മാരിൽപ്പെട്ട ആളാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ തങ്ങളുടെ റൗളയിൽ ചെന്ന് നിന്ന് തലയ്ക്കം ഭാഗത്ത് നിന്ന് പാടാൻ വേണ്ടി ഒരു പാട്ട് എഴുതിക്കൊണ്ടുപോയി. അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് യാത്ര ചെയ്യുന്നു. മദീനയിലേക്ക് യാത്ര ചെയ്ത് മദീനയുടെ അടുത്തെത്താറായപ്പോൾ അന്നത്തെ ഭരണാധികാരി മദീനയുടെ ഗവർണർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം കാണിക്കുന്നു. ഭരണാധികാരിയോട്, എന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട് ഒരു പാട്ടുമായിട്ട്, അയാളെ ഇങ്ങോട്ട് കടത്തിവിടരുത് എന്ന് പറഞ്ഞ ആളുടെ കോലം കാണിച്ചു കൊടുത്തു. ഇയാളെ തടയണം, ഇങ്ങോട്ട് കടത്തിവിടരുത്. രാജാവ് വിചാരിച്ചെന്തോ വലിയ അക്രമിയായിരിക്കും, വലിയ കുഴപ്പത്തിന് വരുന്ന ആളാണ്, അതുകൊണ്ട് മദീനയിൽ കടക്കാൻ അനുവദിക്കരുത്. പട്ടാളവുമായിട്ടും പോയി കാവൽ നിന്നു. മദീനയുടെ വഴിയിൽ വെച്ച് വരുന്ന ആളുകളെ മുഴുവൻ പരിശോധിച്ച അവസാനം രാജാവിന്റെ മുമ്പിൽ ഈ ആൾ വന്നപ്പോൾ കണ്ടുപിടിച്ചു, തിരിച്ചയച്ചു. പിന്നെ അദ്ദേഹം മദീനയിലേക്ക് വരാൻ വേണ്ടി വേറെ വണ്ടിക്കാരെ കൂലിക്ക് വിളിച്ചു, ടാക്സിക്കാരെ കൂലിക്ക് വിളിച്ചു. അന്നത്തെ ടാക്സി ഒട്ടകത്തിന്റെ
അതിന്റെ പുറത്ത് കയറ്റി മറച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സ്വപ്നം കാണിച്ചു ഇയാളെ തടയണമെന്ന്. രാജാവ് പോയി തടയുന്നു. നിവൃത്തിയില്ലാതെ മൂന്നാമത് അദ്ദേഹം ഒരു ഒട്ടക വണ്ടി വിളിച്ചു. എന്നിട്ട് കുറെ വിറക് വാങ്ങിച്ചു. എന്നിട്ട് ഒട്ടകക്കാരനോട് പറഞ്ഞു, ഈ വിറകെല്ലാം ഞാൻ ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോ എന്റെ 4 ഭാഗത്തുമായിട്ട് വെക്കണം. എന്നൊക്കെ സാധാരണ ആൾക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെ തട്ടിച്ചു കൊണ്ടുവരല്ലേ വണ്ടിയിൽ കൊണ്ടുവന്ന ലഹരി സാധനങ്ങളൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുവരുന്നത്. അതുപോലെ ഞാൻ ഈ വിറക് മുഴുവനും വെച്ച് എന്നെ അതിന്റെ ഉള്ളിലാക്കി ആരും അറിയാതെ ഇത് വിറക് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് അറിയണം, ആ നിലയിൽ എനിക്ക് മദീനയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അതിന് കൂലി കൊടുത്ത് ആളെ വിളിച്ചു കൊണ്ടുപോയി. വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണിക്കുന്നു, ഗവർണർക്ക് ഇങ്ങനെ വിറക് നിറച്ച വണ്ടിയിൽ കയറി അതിനകത്ത് വരുന്നുണ്ട്, ആളെ പിടിക്കണം, തടയണം, ഇങ്ങോട്ട് വിടരുതെന്ന് പറഞ്ഞു. അവസാനം രാജാവിനും ദേഷ്യമായി. 2-3 പ്രാവശ്യമായില്ലേ. പട്ടാളക്കാരെടുത്ത് പറഞ്ഞ ആളെ പിടിച്ച് വിറകെല്ലാം മാറ്റി പരിശോധിച്ച് പിടിച്ചെടുത്ത് കൊണ്ടുപോയി ജയിലിലിട്ടു. രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണിക്കുന്നു, ഗവർണർക്ക് അയാൾ മോശക്കാരനൊന്നുമല്ല, അയാളെ ഞാൻ തടയണമെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു പാട്ടെഴുതി കൊണ്ടുവരുന്നു എന്റെ റൗലായിൽ വന്ന് നിന്ന് പാടാൻ. ആ പാട്ടെങ്ങാനും എന്റെ റൗലായിൽ നിന്ന് വന്ന് അദ്ദേഹം പാടി തീർന്നാൽ ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ മുസാഫഹ ചെയ്യേണ്ടി വരും, അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനത്തെ പാട്ടാണ്. അതുകൊണ്ട് അത് ആളുകൾക്കിടയിൽ വലിയ പ്രശ്നവും കുഴപ്പവും ഉണ്ടാക്കും, ഫിത്ന ഉണ്ടാക്കും. അതിന് ഇടവരാതിരിക്കാൻ വേണ്ടി ഞാൻ തടഞ്ഞതാണ്, അല്ലാതെ ആള് മോശക്കാരനായിട്ടില്ല. രാജാവ് അന്വേഷിച്ച് വിളിച്ച് വലിയ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ആ പാട്ട് വായിച്ചു നോക്കിയിട്ട് രാജാവ് വലിയ ബഹുമാനവും ആദരവും ഒക്കെ നൽകി എല്ലാ സൗകര്യങ്ങളും ചെയ്തു. എന്താ വന്ന് പാടിയത്? സമഹ്ജൂരി ബറാമദ്ജാന ആലം തറഹം യാ നബിയല്ലാഹ് തറഹം നആഖിർ റഹ്മത്തുൽ ലിൽ ആലമീനി സമഹ്റൂമാൻ സറാ ഗാഫിൽ നശീനി. അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു. അതുകൊണ്ട് പേർഷ്യൻ ഭാഷയിലാണ് പാട്ടെഴുതി കൊണ്ടുവന്നത്. ഖബറിന്റെ അടുക്കൽ നിന്ന് പാടാൻ വേണ്ടി റൗളയുടെ അടുക്കൽ അലം, ലോകത്തിന്റെ മുഴുവൻ ജീവനാടിയായ ലോകത്തിന്റെ ജീവനായ പ്രവാചകരെ, തങ്ങൾ ഇങ്ങനെ ഞങ്ങളെ വെറുത്ത് കഴിഞ്ഞുകൂടി, ഞങ്ങളെ ഈ അശ്രദ്ധരായി ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണോ? ഞങ്ങളോട് എന്താണ് ഇത്ര വിരോധം തങ്ങൾക്ക്? തറഹം യാ നബിയല്ലാഹ് തറഹം, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണം, ഞങ്ങളുടെ മേൽ ദയവ് കാണിക്കണം. ഞങ്ങൾ എന്ത് പാപം ചെയ്തവരാണെങ്കിലും കുഴപ്പമില്ല. നആഖിർ റഹ്മത്തുൽ ലിൽ ആലമീനി സമഹ്റൂമ സറാ ഗാഫിൽ നശീനി. തങ്ങൾ എന്തായാലും റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ? അള്ളാഹു തങ്ങൾക്ക് നൽകിയ പേരല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന്? തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ? പിന്നെ എന്തേ ഈ അശ്രദ്ധരായി കഴിഞ്ഞുകൂടിയ ഞങ്ങളെ ഇങ്ങനെ വിട്ടേക്കുന്നു? ഞങ്ങളുടെ നേരെ ഒരു കരുണയുടെ കാരുണ്യത്തിന്റെ നോട്ടം തങ്ങൾക്ക് വർഷിച്ചുകൂടെ? ഇതാണ് പാട്ട്. അങ്ങനെ ബാക്കി വിഷയങ്ങൾ അദ്ദേഹം നീട്ടി പാടുകയാണ്. 1070 ചില്ലുവാനം വരികളിൽ ഇത് പാടിയപ്പന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം ഇങ്ങനെ തിളയ്ക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണ കടലുപോലെ ഇളകാൻ തുടങ്ങും. അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കാൻ, അതിന്റെ പേരിൽ തടയാൻ പറഞ്ഞതാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പാടി എത്ര ആളുകൾ, എന്തിന് ഒരുപാട് പാടണം, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ പാടിയിട്ട് പറഞ്ഞ അവസാനം, ഞാൻ എത്രയാ പറയുന്നത്, അല്ലാഹ് കഴിഞ്ഞാ പിന്നെ തങ്ങളെ ഉള്ളൂ, ഒറ്റ വാക്കിൽ പറഞ്ഞേക്കാം, തീർന്നു, ഖിസ്സ മുഖ്തസർ. അല്ലാതെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് ഇങ്ങനെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പാടി പുകഴ്ത്തിയ ആളുകൾ. അങ്ങനെ വളർന്നു വന്ന ആളാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ഒരുപാട് വിശദീകരിച്ച് പറയാൻ ഈ സമയമോ ഈ ദിവസമോ ഒന്നും പോരാ, മതിയാവുകയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിർത്തി. രണ്ടാമത്തെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനാണ് അല്ലാഹു തആല നമുക്ക് നൽകിയത്? തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? തങ്ങളെ എന്തിനാണ് ഏൽപ്പിച്ചു വിട്ടത്? തങ്ങളെ ഏൽപ്പിച്ച് വിട്ടതെന്താ? അല്ലാഹു തആല ഒറ്റ വാക്കിൽ പറഞ്ഞു, ഒറ്റ വാക്കിൽ, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ് ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അയച്ചത് ലോകത്തിനു മുഴുവനും, മാനവരാശിക്ക് മുഴുവനും അവരുടെ നേർവഴി എന്താണെന്ന് പറഞ്ഞുകൊടുത്ത നേർവഴിയിൽ നടത്താനും
അവർ എന്താണോ വഴിതെറ്റിപ്പോകുന്ന മാർഗങ്ങൾ എന്ന് അവർക്ക് അത് വരച്ച് കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അതിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുമാണ് തങ്ങളെ അയച്ചത് ലോകത്തിന് മുഴുവനും. വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. ഒറ്റ വാക്കിൽ അല്ലാഹു തആല പറഞ്ഞു. പിന്നെ ഖുർആനിന്റെ പല ഭാഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിച്ചു പറഞ്ഞു. എന്താ വിശദീകരണം? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന ദഅവതു അബീകും ഇബ്രാഹിം. അന ദഅവതു അബീകും ഇബ്രാഹിം. എന്റെ ഉത്തരവാദിത്വം എന്താ? എന്റെ പൂർവികനായ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദുആ ചെയ്തു. ആ ദുആയുടെ പ്രതിഫലനമായിട്ടാണ് അല്ലാഹു തആല എന്നെ വിട്ടത്, എന്നെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്വമായി എന്നെ ഏൽപ്പിച്ചത്. എന്താ ദുആ? പരിശുദ്ധമായ കഅബ പുതുക്കിപ്പണിയാൻ ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചവർ കഅബയെല്ലാം പണിത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചില ആവശ്യങ്ങൾ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ദുആ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആവശ്യം കഅബ പണിതിട്ട് പറഞ്ഞ കൽപ്പന അനുസരിച്ച് അല്ലാഹു തആല സ്വീകരിച്ചപ്പോൾ അല്ലാഹുവിനോട് അപേക്ഷ വെക്കുന്നു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. സർവ്വ സംരക്ഷകനായ രക്ഷിതാവേ, ഞാനൊരു അപേക്ഷ എനിക്കുണ്ട്, വളരെ താണ് കേണുള്ള അപേക്ഷ. ഇവരെ ഈ മനുഷ്യർ ഇനി ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടിരിക്കും. ഇവരെ ഇങ്ങനെ വിട്ടുകളയരുത്. അവരെ വിട്ടുകളഞ്ഞാൽ അവർക്ക് നേതൃത്വമില്ലാതെ വഴികാട്ടിയില്ലാതെ അവരെവിടെയോ പോയി നശിച്ചു പോകും. അതുകൊണ്ട് വബഅസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽപ്പെട്ട ഒരു പ്രവാചകനെ നീ അവർക്ക് നിയോഗിച്ചു കൊടുക്കണമേ അല്ലാഹുവേ. എങ്ങനത്തെ പ്രവാചകൻ? യത്ലു അലൈഹിം ആയാതിക്, അവർ നിന്റെ ദൃഷ്ടാന്തങ്ങൾ, നിന്റെ ആയത്തുകൾ, നിന്റെ കൽപ്പനകൾ അവർ കോതി കേൾപ്പിക്കുന്ന പ്രവാചകൻ. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, നിന്റെ പരിശുദ്ധമായ കിതാബിനെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന ജീവിത രീതിയെ ശരിയായ നിലയിൽ അവർക്ക് പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുത്ത് പരിശീലിപ്പിച്ച് അവരെ ആ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന, വയുസക്കീഹിം, അവരെ സർവ്വ മാലിന്യങ്ങളിൽ നിന്നും അവരുടെ ശരീരത്തെയും അവരുടെ മാനസത്തെയും പൂർണ്ണമായി പരിശുദ്ധമാക്കി സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണമേ. അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട ദുആ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആ ഉത്തരവാദിത്വവും പേറി വന്നവനാണ്. അന ദഅവതു അബീകും ഇബ്രാഹിം. അല്ലാഹു തആല എനിക്ക് തന്ന ഉത്തരവാദിത്വമാണിത്. ഈ ഉത്തരവാദിത്വം അല്ലാഹു എനിക്ക് നൽകിയത് അല്ലാഹുവിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ചെയ്ത വലിയ ഉപകാരമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ച അതേ 4 ജോലികൾ കൊടുത്ത് ഞാൻ പ്രവാചകനെ അയച്ചു. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ തിലാവത്ത്, അത് പാരായണം ചെയ്ത് കേൾപ്പിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു. ജിബ്രീൽ പോയി കഴിയുമ്പോൾ തിരിഞ്ഞിരുന്ന സഹാബാക്കളോട് ഓതി കേൾപ്പിക്കുന്നു. എല്ലാ നിയമവും അവസരത്തിനൊത്ത് എപ്പോഴാണോ വേണ്ടത്, വേണ്ട സമയത്ത് എന്താണോ ആവശ്യമായ നിയമം ഓതി കേൾപ്പിക്കുന്നു. മക്കക്കാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പലപ്പോഴും വന്ന് പലതും ചോദിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകടപ്പെടുത്താൻ, തങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മക്ക മുശ്രിക്കീങ്ങളോട് പറഞ്ഞു കൊടുത്ത് പോയി ചോദിക്കുക, നിങ്ങളുടെ നബിയല്ലേ, പോയി ചോദിക്കെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പലതും. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളെ അവർ വന്ന് ചോദിച്ചില്ലേ ഇങ്ങനെ, ഇല്ലെങ്കിൽ ഇപ്പൊ വരും ചോദിക്കാൻ വരും, തങ്ങൾ പേടിക്കണ്ട, പറഞ്ഞുതരാം. വയസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് വയസ്അലൂനക അനിൽ മഹീദ്
ഖുൽ ഹുവ അദം ഫഅതസിലുൻ നിസാഅ ഫിൽ മഹീദ് വയസ്അലൂനക അനിൽ യതാമാ ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശോധിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക്. അപ്പൊ യത്ലു അലൈഹിം ആയാതിഹി, ആയത്തുകൾ. ഇവിടെ സംശയം വരുന്നു. ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. പരാതിയുമായിട്ട് വന്നു, എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്, എന്നാൽ എന്നെ പൂർണ്ണമായി ഒഴിവാക്കി വിട്ട് വേറൊരു വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല, അയാൾ എന്നെ ഹറാമാക്കി ലിഹാർ ചെയ്തിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം, എന്താണ് മാർഗം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാ പെണ്ണെ, അവനെ വിളിച്ച് വല്ലതും പറയാം, ഉപദേശിക്കാം. പെണ്ണ് വിഷമിച്ചുകൊണ്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന്. പെണ്ണങ്ങ് തിരിഞ്ഞു പോയതേ ഉള്ളൂ, ജിബ്രീൽ വരുന്നു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. ജിബ്രീൽ വന്ന് ഓതി കേൾപ്പിക്കുന്നു. തിരിച്ചു വിളിക്കും തങ്ങളെ, പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഒരു പെണ്ണ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞാൻ പ്രസവിച്ചു, എന്റെ ഭർത്താവ് എന്റെ കുട്ടിയെ നിഷേധിക്കുന്നു, അവൻ്റെതല്ല എന്ന് പറയുന്നു. എന്നൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. സാധാരണ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കേൾക്കുന്നതാണ്, കാണുന്നതാണ്. പള്ളി കമ്മിറ്റിക്കാരും ഉസ്താദന്മാരും ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പെണ്ണ് പരാതി പറഞ്ഞു, എന്റെ ഭർത്താവ് നിഷേധിക്കുന്നു, അവന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് എന്നെക്കുറിച്ച് അപവാദം പറയുന്നു, എന്താണ് തീരുമാനം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുകയില്ല. പെണ്ണ് പോകുന്നു, വിഷമിച്ചു പോകുന്നു. അവിടുന്ന് പെണ്ണങ്ങോട്ട് പോയപ്പോൾ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മലം വല്ലദീന യർമൂന അസ്വാജഹും സുമ്മലം യഅതൂ ബി അർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ. ആരെങ്കിലും തന്റെ ഭാര്യമാരെ അപവാദം പറഞ്ഞാൽ അപവാദത്തിന്റെ പേരിൽ അവനെ 80 അടി അടിക്കണം. പിന്നെ ഭർത്താവ് കുട്ടിയെ നിഷേധിച്ച് ഇല്ലാത്ത കുറ്റം പറയുകയും അത് സമർത്ഥിക്കാൻ കഴിയാതെ വരികയും ചെയ്തു, അതിനെ എതിർക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ എന്താ മാർഗം? പെണ്ണിനോട് പറയണം, ആണിനോടും പറയണം, നിങ്ങൾ രണ്ടുപേരും വന്ന് ആളുകളുടെ മുമ്പിൽ പരസ്യമായ നിലയിൽ സത്യം ചെയ്യണം, ഈ പെണ്ണ് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന്. വിശ്വസിക്കാൻ സാധിക്കുകയില്ല. 4 പ്രാവശ്യം സത്യം ചെയ്യണം. ഇന്നഹു ലമിനൽ കാദിബീൻ, ഈ ഭർത്താവ് പറയുന്നത് കളവാണ് എന്ന്. 5ാമത് പെണ്ണ് പറയണം, വൽ ഖാമിസതു അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സാദിഖീൻ, അള്ളാഹുവിന്റെ പേരിൽ എന്റെ ഭർത്താവ് പറയുന്നത് സത്യമെങ്ങാനും ആണെങ്കിൽ അള്ളാഹുവിന്റെ കോപം എന്റെ മേൽ വർഷിക്കട്ടെ എന്ന് പെണ്ണ് പറയണം. ആണും പറയണം 4 പ്രാവശ്യം ഈ പെണ്ണ് പറയുന്നത് കളവാണ്. ഇന്നഹാ ലമിനൽ കാദിബീൻ വൽ ഖാമിസതു അന്ന ലഅനതല്ലാഹി അലൈഹി ഇൻ കാന മിനസ് സാദിഖീൻ, പെണ്ണ് പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപത്തിന് ഞാൻ വിധേയനായിക്കോട്ടെ എന്ന് പറയണം. ആരെങ്കിലും തയ്യാറാകുമോ പറയാൻ? ആളുകളുടെ മുമ്പിൽ പരസ്യമായിട്ട് ഇത് പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ? അഥവാ തയ്യാറായാൽ അവരെ പിന്നെ പിരിച്ചു വിട്ടേക്കണം. നിയമം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹുവിന്റെ ആയാത്തുകളെ അപ്പോൾ ഓതിക്കേൾപ്പിക്കും. ഇങ്ങനെ എത്രയോ ആയത്തുകൾ എത്രയോ വിഷയങ്ങളിൽ സമയത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. 23 വർഷക്കാലം സമയങ്ങളിൽ ആവശ്യം പോലെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഓതി കേൾപ്പിക്കുന്നു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓതി കേൾപ്പിച്ചാൽ മാത്രം മതിയോ? അതൊരു ബാധ്യത. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കണം ഈ ആളുകളെ മുഴുവനും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച 2ാമത്തെ ഉത്തരവാദിത്വം വയുസക്കീഹിം, ഈ മനുഷ്യരെ മുഴുവനും സംസ്കരിച്ചെടുക്കണം. അവരുടെ ഉള്ളു നന്നാകണം, പുറം നന്നാകണം. പുറം നന്നായാൽ മാത്രം പോരാ, ഉള്ളു നന്നാകണം. മനസ്സ് നന്നായി പുറത്തെ എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ചുകൊണ്ട് നടക്കുന്നു, പാടില്ല. പുറവും നന്നാകണം, ഉള്ളും നന്നാകണം. അതിനെ ശുദ്ധിയാക്കി സംസ്കരിച്ചെടുക്കണം. ശരിയായ നിലയിൽ അവരുടെ അവയവങ്ങളെ ശുദ്ധിയാക്കാൻ അവരെ പഠിപ്പിക്കണം. അവയവങ്ങളെ വെറും അഴുക്കുകൾ കഴുകി ശുദ്ധിയാക്കിയാൽ മാത്രം പോരാ, അവയവങ്ങൾ കൊണ്ട് പാപങ്ങൾ കൊണ്ട് മലിനമാക്കാതെ സംസ്കരിച്ചെടുക്കണം.
വുളു ചെയ്യുമ്പോൾ കൈ കഴുകുന്നു, കാല് കഴുകുന്നു, കുളിക്കുമ്പോൾ നല്ല സോപ്പ് തേച്ച് എല്ലാവരും കഴുകി വൃത്തിയാക്കുന്നു, വസ്ത്രം നല്ലപോലെ വൃത്തിയാക്കുന്നു, ശരീരം നല്ല സുഗന്ധം പൂശുന്നു, എല്ലാ നിലയിലും വൃത്തിയാണ്. പക്ഷെ കൈകൊണ്ട് ചെയ്യുന്നത് പാപമാണ്. ആളുകളെ ഉപദ്രവിക്കുന്നു, പിടിച്ചുപറിക്കുന്നു, കട്ടെടുക്കുന്നു, കബളിപ്പിക്കുന്നു, വഞ്ചന ചെയ്യുന്നു, കച്ചവടത്തിൽ ചരിവ് ചെയ്യുന്നു. ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുന്നു. ഇതെല്ലാം കൈകൊണ്ട് ചെയ്യുന്നത് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് മുഴുവൻ കാണുന്നു. എവിടെയെല്ലാം നോക്കാൻ പാടില്ലയോ അതൊന്നും പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. കാണാൻ അല്ലാഹു തആല ഹറാമാക്കിയതൊന്നും കാണാതിരിക്കണം. ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് വുളു ചെയ്ത് നമസ്കരിച്ച് അവയവങ്ങൾ കഴുകി ശുദ്ധിയാക്കിയിട്ട് കാര്യമില്ല. അവയവങ്ങളെ പാപത്തിൽ നിന്ന് ശുദ്ധിയാക്കണം. കാത് ഹറാമായതൊന്നും കേട്ടുകൂടാ, നാവ് ഹറാമായതൊന്നും സംസാരിച്ചുകൂടാ, കാല് ഹറാമായ ഒന്നിലേക്കും നടന്നുകൂടാ, വയറ് ഹറാമായതൊന്നും തിന്നുകൂടാ, ശരീരം ഹറാമായ ഒന്നുകൊണ്ടും പരിപോഷിപ്പിച്ചുകൂടാ. കുല്ലു ലഹ്മിൻ ഉദിയ ബിൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ആഹാരം കഴിച്ച് വളർന്ന ശരീരം, വളർത്തിയ ശരീരം നല്ല ആചാരഭാവുമായിട്ട് ഇങ്ങനെ നടക്കും, നല്ല ആരോഗ്യമുള്ളവനായിട്ട് നടക്കും, ശരീരം നല്ല സൗന്ദര്യമുള്ളവനാണ്. ഹറാമായ ഭക്ഷണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫന്നാറു ഔലാ ബിഹി, നരകത്തിലേക്കുള്ള വിറകാണത്. ആ ശരീരം സ്വർഗത്തിലേക്ക് പോവുകയില്ല, നരകത്തിലേക്കുള്ള വിറകാണത്. ഫന്നാറു ഔലാ ബിഹി, നരകം വലിച്ചുകൊണ്ടു പോകും, നരകത്തിനാണ് അതിന്റെ അവകാശം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില ആളുകളുണ്ട് അവര് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യം നടത്താൻ വേണ്ടി ഇങ്ങനെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് കുളിക്കാനോ വിശ്രമിക്കാനോ കുടിക്കാനോ ആഹാരം കഴിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല, സൗകര്യം കിട്ടിയില്ല. അവന്റെ വസ്ത്രം മുഷിഞ്ഞു, ശരീരം മുഷിഞ്ഞു, മുടിയെല്ലാം പാറിപ്പറന്നു, ചീകാനൊരു ചീപ്പുമില്ല, എണ്ണയുമില്ല, കുളിക്കാൻ സൗകര്യമില്ല. ഇങ്ങനെ നടന്ന് വിഷമിക്കുന്നു. തന്റെ കുടുംബത്തെ പോറ്റാൻ, കച്ചവടം ചെയ്യാൻ, ജീവിതമാർഗം തേടാൻ വേണ്ടി നടക്കുന്നു. സുമ്മ ദക്കറ റജുല യുതീലു സഫറ അശ്അസ അഗ്ബറ. ഇവൻ ഈ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കഷ്ടപ്പെട്ട് മടുത്തിട്ട് അവസാനം ഏതെങ്കിലും മസ്ജിദിൽ കയറിയിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നു, വഴിയിലിരുന്നു, വുളു ചെയ്തു, നമസ്കരിച്ചു, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈനീട്ടുന്നു. യമുദ്ദു യദൈഹി യാ റബ്ബി യാ റബ്ബി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരാളെ കുറിച്ച്. നമ്മളൊക്കെ സ്വയം നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളുടെ ശരീരം വൃത്തിയാണ്, നമ്മളുടെ വസ്ത്രം വൃത്തിയാണ്, നമ്മളുടെ അവയവങ്ങളെല്ലാം ശുദ്ധിയാണ്. ആര് കണ്ടാലും നമ്മൾ നമസ്കാരക്കാരാണ്, നമ്മൾ ഇബാദത്തുകാരാണ്, നമ്മളെ എല്ലാവരും നല്ലതേ പറയൂ. പക്ഷേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ മനുഷ്യൻ അവന്റെ പാറിപ്പറന്ന മുടിയും മുഷിഞ്ഞ വസ്ത്രവും മുഷിഞ്ഞ ശരീരവുമായിട്ട് മുഷിഞ്ഞ് വിഷമിച്ച് ആഹാരം കഴിക്കാതെ ഉറങ്ങാതെ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അവൻ അല്ലാഹുവിന്റെ അടുക്കൽ അഭയം പ്രാപിച്ച് പോയി നമസ്കരിച്ച് കൈനീട്ടുന്നു. യമുദ്ദു യദൈഹി വയഖൂലു യാ റബ്ബി യാ റബ്ബി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമായ നിലയിൽ സമ്പാദിച്ചതാണ്. അവൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണം ഹറാമായതാണ്. അവന്റെ ഉള്ളിൽ അവൻ കുടിച്ച വെള്ളം ഹറാമാണ്. അവന്റെ ശരീരം മുഴുവൻ ഹറാമു കൊണ്ട് വളർന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അത്ഭുതത്തോടു കൂടി പറയുന്നു, ആശ്ചര്യത്തോടെ പറയുന്നു, ഇവന്റെ ദുആ അല്ലാഹ് എവിടെ കേൾക്കാനാണ്, എങ്ങനെ സ്വീകരിക്കും? നടക്കൂല. അല്ലാഹുവിന്റെ അടുക്കൽ ഈ ദുആ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല. മസ്ജിദിലാണ്, നമസ്കാരത്തിലാണ്, നമസ്കാരം കഴിഞ്ഞാണ് ഇമാമിന്റെ ദുആക്ക് ആമീൻ പറയുകയാണ്, ജമാഅത്തായിട്ട് നമസ്കരിച്ചതാണ്, മുഷിഞ്ഞ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി നടന്നവനാണ്. പക്ഷെ ഹറാമായ സമ്പാദ്യമാണ് അവന്റെ കൈവശമുള്ളത്. അവന്റെ വസ്ത്രവും അവന്റെ ഭക്ഷണവും അവന്റെ പാനീയവും അവൻ കുടിച്ച വെള്ളമെല്ലാം ഹറാമാണ്. അവന്റെ ശരീരം ഹറാമു കൊണ്ട് വളർന്നതാണെങ്കിൽ അപ്പൊ ഇതാണ് ശരീരത്തെ ശുദ്ധിയാക്കേണ്ടത്. വെറും അവയവങ്ങളെ വൃത്തിയാക്കി കഴുകിയാൽ പോരാ, അവയവങ്ങൾ മുഴുവനും പാപത്തിൽ നിന്ന്, പാപത്തിന്റെ മാലിന്യത്തിൽ നിന്ന്, പാപത്തിന്റെ കറകളിൽ നിന്ന് ശുദ്ധിയാകണം, ശുദ്ധിയാക്കിയെടുക്കണം. അവിടം കൊണ്ട് നിൽക്കുമോ? ഇല്ല, മനസ്സും ശുദ്ധിയാക്കണം. നല്ല മനുഷ്യനാ, എല്ലാ ഇബാദത്തും കൊണ്ട് ആരെയും വഞ്ചിക്കൂല, ആരോടും ചതിവ് കാണിക്കില്ല, ഒരു തട്ടിപ്പുമില്ല, ഒരു കബളിപ്പീരുമില്ല, എവിടെയും ഹറാമായ നോട്ടമില്ല, ഹറാമായ കേൾവിയില്ല, ഹറാമായ ഭക്ഷണമില്ല, ഹറാമായ വസ്ത്രമില്ല, ഒന്നുമില്ല ഹറാമ്. പക്ഷേ മനസ്സിൽ അയൽവാസിയോട് വിരോധമാണ്,
കൂട്ടുകാരനോട്, അടുത്ത കച്ചവടക്കാരനോട് അസൂയയാണ്. അവന്റെ മനസ്സിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും നന്നാകുന്നത് കാണുമ്പോൾ, ആരെങ്കിലും നല്ല വീട് വെക്കുന്നത് കാണുമ്പോൾ, ആരെങ്കിലും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ഇവന്റെ മനസ്സിങ്ങനെ ഉരുകുന്നു. അസൂയ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുമ്പിൽ അഹങ്കാരം, താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് തനിക്ക് ഉൾനാട്യം, ഇങ്ങനെ മാനസികമായ കുറെ രോഗങ്ങളുണ്ട്. മനസ്സിൽ ഇത് പാടില്ല, ഇതും ശുദ്ധിയാക്കി എടുക്കണം. ഇതാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. വൈസക്കീഹിം, സംസ്കരിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു ജനത ഈ ലോകത്തുണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു മഹല്ലിൽ അങ്ങനത്തെ ഒരു 100 പേരുണ്ടെങ്കിൽ എന്തായിരിക്കും ആ മഹല്ലിന്റെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ അവസ്ഥ കാണാൻ നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിതാബ് ഖുർആൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നാർക്കും പഠിക്കണ്ടല്ലോ. ഇന്ന് എല്ലാവരുടെയും ഉസ്താദ് സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്. വലിയ വലിയ മശായിഖന്മാരാ, വലിയ ഉസ്താദന്മാരാ, വലിയ മൗലാനമാരാ. അവരടുത്ത് ചോദിച്ചാണ് എല്ലാ കാര്യവും പഠിക്കുന്നത്. ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥവും ഹദീസിന്റെ വിശദീകരണവും ഫിഖഹിന്റെ മസായിലുകളും നിയമങ്ങളും എല്ലാം ഉടനെ തന്നെ ഇങ്ങനെ തോണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഉസ്താദിനെ തോണ്ടിയാ എടുക്കുന്നത്, ചോദിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനത്തെ ഉസ്താദന്മാരായി പോയി. അല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. തങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, പഠിപ്പിക്കാനാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത്. ഞാൻ പഠിപ്പിക്കും, അത് നിങ്ങൾ പഠിക്കണം. വയുഅല്ലിമുഹുൽ കിതാബ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കിതാബിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതറിയാവുന്നവരോട് പഠിക്കണം, പണ്ഡിതന്മാരോട് പഠിക്കണം, നല്ല വിശ്വസ്തരായ പണ്ഡിതന്മാരോട് പഠിക്കണം, നല്ല മുത്തഖീങ്ങളായ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരോട് പഠിക്കണം. അപ്പോഴാണ് ഹദീസ് എന്താണെന്ന്, ആയത്ത് എന്താണെന്ന് മനസ്സിലാവുക. അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാവുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുക. വൽ ഹിക്മ, പിന്നെ അതിന്റെ പ്രവർത്തന രീതിയും അതിനെ എങ്ങനെ പ്രചരിപ്പിക്കുമെന്നും അതെങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമെന്നും നമ്മൾ പഠിക്കണം. ഇതെല്ലാം പഠിപ്പിക്കാനാണ് ലോകത്ത് മുഴുവനും ഈ പരിശുദ്ധമായ ജീവിതം നിലനിൽക്കാൻ, നടപ്പിലാകാൻ, പ്രചരിപ്പിക്കാൻ, അതിനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ല. നമ്മൾ ആ ബാധ്യത ഏറ്റെടുത്ത് നടക്കണം ഖിയാമത്ത് നാൾ വരെ. അത് നമ്മളുടെ ബാധ്യതയാണ്. ഇത് വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ട് നിർത്തിയേക്കാം. മൂന്നാമത്തെ കാര്യം എന്താ? നമുക്കെന്താണ് ബാധ്യത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നമുക്കെന്താണ് ബന്ധം? നമ്മളെല്ലാം പറയുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം. എന്താ ബന്ധം? മഹബ്ബത്തിന്റെ, സ്നേഹത്തിന്റെ ബന്ധം. സ്നേഹമല്ലേ വിഷയം? സ്നേഹ വസന്തം നമ്മുടെ വിഷയം, പ്രമേയം തന്നെ അതാണ്. സ്നേഹം. എല്ലാവരും മഹബ്ബത്തിൽ ഇങ്ങനെ ലയിച്ചു പോവുകയാണ്. സ്നേഹം ഇങ്ങനെ പറയാൻ, പ്രകടിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. ശരിയാണ്, വേണം സ്നേഹം. നേരത്തെ സൂചിപ്പിച്ചവർ, പ്രസംഗിച്ച് ഉസ്താദന്മാരെല്ലാം പറഞ്ഞല്ലോ, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. മഹബ്ബത്ത് വേണം. പക്ഷെ മഹബ്ബത്ത് എപ്പോഴാണ് ഉണ്ടാവുക? എപ്പോഴാണ് മഹബ്ബത്ത് ഉണ്ടാവുക? ആ മഹബ്ബത്തിന് മുമ്പൊന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് 2 ബാധ്യതയുണ്ട്. 2 ബാധ്യതയുണ്ട്. 2 ബാധ്യത എന്താ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം, അളമത്ത്. തങ്ങൾക്ക് മഹത്വം കൊടുക്കണം. അല്ലാഹു തആല നൽകിയിരിക്കുന്ന മഹത്വം നമ്മൾ വകവെച്ചു കൊടുക്കണം. എങ്ങനെ വകവെച്ചു കൊടുക്കും? ആ മഹത്വത്തെ വകവെച്ചു കൊടുക്കുന്നതിന്റെ പ്രകടനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകളെ മുഴുവനും അനുസരിക്കുക, അതിന് കീഴ്പ്പെടുക. നബി തങ്ങൾ എന്ത് പറഞ്ഞോ അവിടെ നിൽക്കണം. അതീഉല്ലാഹ വ അതീഉർ റസൂൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അളമത്തിന്റെ, തങ്ങളുടെ ഹുർമത്തിന്റെ ബാധ്യതയാണ്. ആ കടമ പൂർത്തിയാക്കലാണ് തങ്ങളുടെ ഇതാഅത്തിൽ കൂടി തങ്ങളെ അനുസരിക്കുക, വഴിപ്പെടുക. തങ്ങൾ നിൽക്കാൻ പറഞ്ഞു, നിൽക്കണം. ചെയ്യരുതെന്ന് പറഞ്ഞു, ചെയ്യരുത്. പിന്നെ അതിനവിടെ വകുപ്പൊന്നുമില്ല. സഹാബാക്കൾ അങ്ങനെയായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു അങ്ങനെ ചെയ്യും. ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ച ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു. മിമ്പറിൽ നിൽക്കുന്നു. ആരോ ഒരാൾ മസ്ജിദിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയോ എന്തോ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇരിക്കുക എന്ന് പറഞ്ഞു. പുറത്തു നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മസ്ജിദിലേക്ക് കയറി വരികയാണ്.
മസ്ജിദിന്റെ വെളിയിൽ ആളുകൾ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു, ഒരടി പോലും